ഫിഫ്ത്ത് ചാപ്റ്റർ ആണ്, അതായത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ബേസിക്കലി നമുക്ക് സോൾവ് ചെയ്യാൻ കുറേ അധികം മെത്തേഡ്സ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡാണ്. സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ മെത്തേഡാണ്. ഇക്വേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ -b + or -√b² - 4ac ഡിവൈഡഡ് ബൈ 2a എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ജനറൽ ഫോം ആയിട്ടുള്ള ax² + bx + c എന്ന് പറയുന്ന ആ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ സോൾവ് ചെയ്യുകയാണ്. നോക്കിയേ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ax² + bx + c എന്ന് പറയുന്ന ആ ഒരു രീതിയിലാണ് വരുന്നത്. അതിനകത്ത് x² ന്റെ സൈഡിലുള്ള കോഎഫിഷ്യന്റ്, x² ന്റെ കോഎഫിഷ്യന്റ് a യും x ന്റെ കോഎഫിഷ്യന്റ് b യും c ഒരു കോൺസ്റ്റന്റ് a ആണ്. അത് ഈ മൂന്ന് x² ന്റെ എന്നും a ആയിരിക്കണം, x ന്റെ സൈഡിലുള്ള b ആയിരിക്കണം, c കോൺസ്റ്റന്റ് a ആണെങ്കിൽ നമുക്ക് x ന് രണ്ട് വാല്യൂസ് ആണുള്ളത്. ആ രണ്ട് വാല്യൂ കണ്ടുപിടിക്കാനാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ x ന്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ ഒന്നല്ലെങ്കിൽ നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇക്വേഷൻ മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു പ്രോബ്ലംസിലെല്ലാം തന്നെ നമ്മൾ ഒന്നല്ലെങ്കിൽ ഇക്വേഷൻ മെത്തേഡ് അല്ലെങ്കിൽ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് ചോദ്യത്തിൽ പറയുന്നത് ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 6 cm മോർ ദാൻ ഇറ്റ്സ് ബ്രെഡ്ത്ത് എന്നാണ് പറയുന്നത്. ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിനെക്കാട്ടിലും 6. അതായത് ഈ ചോദ്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ അറിയണം. ഇക്വേഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതിന്റെ അർത്ഥം നല്ലതുപോലെ മനസ്സിലാക്കണം. ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ the length of a rectangle is 6 cm more than its breadth. ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിനെക്കാട്ടിലും 6 സെന്റിമീറ്റർ കൂടുതൽ എന്നാണ് അർത്ഥം. നമുക്ക് ലെങ്തും അറിയില്ല, ബ്രെഡ്ത്തും അറിയില്ല. അതുകൊണ്ട് ബ്രെഡ്ത്ത് നമുക്ക് 6 സെന്റിമീറ്റർ എന്ന് എടുക്കാം, അല്ലെങ്കിൽ x എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ലെങ്ത് അവർ പറഞ്ഞതനുസരിച്ച് ബ്രെഡ്ത്തിനെക്കാട്ടിലും 6 സെന്റിമീറ്റർ കൂടുതലാണ്. സോ ബ്രെഡ്ത്ത് x എടുക്കുക, ലെങ്ത് x + 6 എടുക്കുക. ഏരിയ 1216 ആണ് തന്നിരിക്കുന്നത്. ഏരിയ 1216 ആണ് തന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളോടുള്ള ചോദ്യം ഫൈൻഡ് ഇറ്റ്സ് ലെങ്ത് എന്നാണ്. സോ നമുക്കറിയാം, ഒരു റെക്ടാംഗിൾ തന്നാൽ ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് ആണ് ഏരിയ. ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത്. ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് ആണ്. സോ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് ആകുമ്പോൾ ഏരിയ തന്നിട്ടുണ്ട് 1216, ലെങ്ത് എന്ന് പറയുന്നത് x + 6 ഉം ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് x ഉം ആണ്. സോ x * x x², 6 * x 6x ഈക്വൽ ടു 1216. നോക്കിക്കേ, ഇവിടെ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ 1 മുതൽ 30 വരെയുള്ള സ്ക്വയറുകൾ എല്ലാം തന്നെ കാണാതറിയണം. ഇത് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിലൂടെ ചെയ്യാം. ഇതിപ്പോ ax² + bx + c എന്നുള്ള ആ രീതിയിലാണ് വരേണ്ടത്. c വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇക്വേഷൻ മെത്തേഡിലൂടെ ചെയ്യാം, അല്ലെങ്കിൽ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിലൂടെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 6ന്റെ പകുതി എടുക്കണം. 6ന്റെ പകുതി എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 6ന്റെ പകുതി 3 ആകുമ്പോൾ അതിന്റെ സ്ക്വയർ എടുക്കണം. 6ന്റെ പകുതി 3, 3ന്റെ സ്ക്വയർ. ഇവിടെ 3 സ്ക്വയർ ഇട്ടാൽ നമ്മൾ ഇവിടെ 3 സ്ക്വയർ ഇട്ട് കൊടുക്കണം. സോ ഇത് ഏത് ടെൻസിലാണെന്ന് വെച്ചാൽ x² + 6x + 9. ഇതെന്ന് പറയുന്നത് x + 3² ന്റെ എക്സ്പാൻഷൻ ആണ്. x², ഇത് a + b² ആണ്. a + b² a² + 2ab + b² ആണ്. a² എന്ന് പറയുന്നത് x² + 2 * x * 3 + b² എന്ന് പറയുന്നത് 3² ആണ്. സോ x² + 6x + 9, x² + 6x + 9 കിട്ടുന്നുണ്ട്. ഏത് ഈ ഒരു വലിയ ഒരു എക്സ്പാൻഷനെ ചുരുക്കി x + 3² എന്ന് എഴുതിയാൽ നമുക്ക് അത് കിട്ടും. സോ നമുക്ക് x + 3² എന്ന് ഇവിടെ എഴുതാം. 1216 9 കൂടെ കൂട്ടിയാൽ 1225. പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്, ഇവിടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് വരണം, പെർഫെക്റ്റ് സ്ക്വയർ വരണം. പെർഫെക്റ്റ് സ്ക്വയർ വരണം. അപ്പോൾ 1216 അത് 1216 കൂടെ എത്ര കൂട്ടിയപ്പോൾ 9 കൂട്ടിയപ്പോൾ അത് 1225 ആയി. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. 5 12 എത്ര വട്ടം, 2 വട്ടം, 22 4 വട്ടം, വീണ്ടും 25 5 വട്ടം. ഇത് പ്രൈം ഫാക്ടറൈസേഷൻ ആണ് ഈ മെത്തേഡിനെ വിളിക്കുന്നത്. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ നമ്മൾ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ, സ്ക്വയർ കണ്ടുപിടിക്കാനാണ്. 24ൽ
4 വട്ടമാണ് ഉള്ളത്. 4 5 20 ശിഷ്ടം 4 45 9 പ്രാവശ്യം 7 49 7 എത്ര വട്ടമാണ് 7 7. ഞാനിത് ഡിവൈഡ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. ഈ രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ ജസ്റ്റ് സാധാ ഡിവൈഡ് ചെയ്യുന്ന പോലെ ഡിവൈഡ് ചെയ്താൽ മതി. എന്നിട്ട് രണ്ടെണ്ണം പിന്നെ സെലക്ട് ചെയ്യണം. 5 അതുപോലെ തന്നെ 7 5 7 35 ആണ് ഇതിന്റെ സ്ക്വയർ റൂട്ട്. അതെന്തിനു വേണ്ടിയാണ് കണ്ടുപിടിച്ചത്? കാരണം x+3 ഹോൾ സ്ക്വയർ ആയിരുന്നു. സ്ക്വയർ മാറിയാൽ അപ്പുറത്ത് 1225 തരണം. x+3 ഹോൾ സ്ക്വയർ 1225 ആണ് കിട്ടിയത്. നമ്മൾ 1225 പ്രൈം ഫാക്ടറൈസേഷനിലൂടെ 5 7 35 2 5 ഇവിടെ ഉണ്ട് 2 7 ഉണ്ട്. അപ്പോൾ ഒരു 7 ഒരു 5 എടുക്കും. 7 5 35. സോ x+3 ഈക്വൽ ടു അപ്പുറത്ത് റൂട്ട് ഇടുമ്പോൾ 1225 എന്ന് വരും. അതായത് റൂട്ട് ഇടുമ്പോൾ പ്ലസ് ഓർ മൈനസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് പ്ലസ് ഓർ മൈനസ് 7 5 35 ആണ്. സോ x+3 is equal to നമ്മൾ പ്ലസ് 35 എടുക്കുന്നു. അപ്പോൾ x+3 is equal to 35. x is equal to എത്ര വരും? 35 മൈനസ് 3 എന്ന് വരും 32. അപ്പോൾ നമ്മൾ ലെങ്തും ബ്രെഡ്ത്തും ആണ് എടുത്തിരുന്നത്. ബ്രെഡ്ത്ത് എത്രയെന്ന് കിട്ടി? 32. ലെങ്ത് 6 സെന്റിമീറ്റർ കൂടുതലായിരുന്നു 8. അപ്പോൾ 32 38 ആണ്. ഇനി നമ്മൾ ജസ്റ്റ് വെരിഫൈ ചെയ്യുന്നു. 32 × 38 8 2 16 ശിഷ്ടം 1 8 3 8 16 24 25 3 2 6 3 3 9. ഇത് കൂട്ടുമ്പോൾ 1216 വരണം. 6 6 5 11 9 2 11 12 1216 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ചെയ്തത് വെരിഫൈ ചെയ്തു. ആൻസർ ഏതൊക്കെയാണ്? 32 38 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ a rectangle is to be made with a perimeter 60. Perimeter ഒരു rectangle 60. അപ്പോൾ perimeter 60 ആണെങ്കിൽ ഉറപ്പിക്കാം ലെങ്തും ബ്രെഡ്ത്തും കൂട്ടുന്നത്. ലെങ്തും ബ്രെഡ്ത്ത്, ലെങ്തിനെ നമുക്ക് x എന്ന് വിളിക്കാം, ബ്രെഡ്ത്തിനെ y എന്ന് വിളിക്കാം. പെരിമീറ്റർ തന്നിട്ടുള്ള ചോദ്യമാണെങ്കിൽ, ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ തന്നിട്ടുള്ള ചോദ്യമാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ലെങ്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടുന്നത്, അതായത് എക്സും വൈയും കൂടെ കൂട്ടുന്നത് എത്രയായിരിക്കും? പെരിമീറ്ററിന്റെ പകുതി ആയിരിക്കും. എന്നും പെരിമീറ്ററിന്റെ പകുതി, അതായത് പെരിമീറ്റർ 60, ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ തന്നിട്ടുള്ള ചോദ്യമാണെങ്കിൽ ലെങ്ത് ആകുന്ന എക്സും ബ്രെഡ്ത്ത് ആകുന്ന വൈയും കൂടെ കൂട്ടുന്നത് എന്നും പെരിമീറ്ററിന്റെ പകുതി ആയിരിക്കും. അതായത് x + y = 60ന്റെ പകുതി എത്രയായിരിക്കും? 30. ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇക്വേഷൻ നമ്പർ 1. ആൻഡ് രണ്ടാമത്തത് ഏരിയ 189. ഏരിയ 189 എന്ന് പറയുമ്പോൾ x × y, അതായത് ലെങ്ത് × ബ്രെഡ്ത്ത്, xy 189. ചുരുക്കം പറഞ്ഞാൽ അടുത്ത ഒരു കൺസെപ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിൽ വേണ്ട എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും എക്സും വൈയും വിട്ട് ഈ ചാപ്റ്ററിൽ ചെയ്യാൻ പറ്റില്ല. രണ്ടും എക്സ് ആകണം, അല്ലെങ്കിൽ രണ്ടും വൈ. ചുരുക്കം പറഞ്ഞാൽ ഈ വൈനെ നമുക്ക് എക്സിന്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ y എന്ന് പറയുന്നത് 30 - x ആണ്. y എന്ന് പറയുന്നത് 30 - x ആണ്. സോ ഈ y കൊണ്ട് നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ x × 30 - x = 189. ഇനി ഇൻഡു ചെയ്യുന്നു. 30 × x എത്രയാണ്? 30x. x × -x -x² = 189. ഒരിക്കലും x² ന്റെ ടേമിന് മൈനസ് ഉണ്ടാകാൻ പാടില്ല. സോ നമ്മൾ ആ മൈനസ് ഇല്ലാതായിരിക്കാൻ ആകാൻ വേണ്ടി എല്ലാത്തിനെയും മൈനസ് കൊണ്ട് ഇൻഡു ചെയ്യുന്നു. സോ ഇത് -30x ആയി, ഇത് +x² ആയി, -189 ആയി. ഇനി അടുത്തത്, അപ്പോൾ ഒന്നുകൂടെ പറയാം, പെരിമീറ്ററിന്റെ പകുതി എടുത്ത് എക്സും വൈയും കൂടെ കൂട്ടുന്നത് 30, y എന്ന് പറയുന്നത് 30 - x. ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് × ബ്രെഡ്ത്ത് ആണ്, അത് 189 എന്ന് തന്നിരിക്കുന്നു. ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് × ബ്രെഡ്ത്ത് ആണ്, അത് x × y ആണ്. xy 189 എന്ന് തന്നിരിക്കുന്നു. y ക്ക് പകരം 30 - x നമ്മൾ ഇട്ട് കൊടുത്തു. x × 30 30x, x × -x -x². നമുക്ക് ഈ മൈനസ് കിട്ടിയതുകൊണ്ട് ഒരിക്കലും x² സൈഡിൽ മൈനസ് വരരുത്. അതുകൊണ്ട് മൈനസ് നമുക്ക് ഇൻഡു ചെയ്ത് മാറ്റാം, +x² ആക്കി. ഇത് -30 ആവും, ഇത് -189 ആവും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ x² എന്ന് എഴുതണം. ax² + bx + c എന്നുള്ള രീതിയിൽ എഴുതണം. അപ്പോൾ x², രണ്ടാമത് -30x = -189 എന്ന് വന്നു. ഇനി സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് എടുക്കുകയാണെങ്കിൽ 30ന്റെ പകുതി നമുക്കറിയാം 15 ആണ്. 30ന്റെ പകുതി 15 ആണ്. നമ്മൾ 15² രണ്ട് സൈഡിലും കൂട്ടണം. -189 + 15². കാരണം 30ന്റെ പകുതി 15 ആണ്. സോ x² -
30x പ്ലസ് 225 ഈക്വൽ ടു 15 സ്ക്വയർ 225 ആണ് മൈനസ് 189 പ്ലസ് 225. 225ഉം അപ്പുറത്ത് ഒരു മൈനസ് 189 ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് 15 ആക്കാം. ഇതിനെ വെട്ടുമ്പോൾ ഇവനാണ് ഒരാൾ 1 കൊടുത്തത്, അപ്പോൾ 1 ആയി. 11 ആക്കണം, ഇവനാണ് 1 കൊടുത്തത്, അപ്പോൾ 15. 9 ആകുവാണ് 15, 8 3 36 എന്നാണ് വരുന്നത്. ചുരുക്കം ഇവിടെ എന്തായി? എക്സ് ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് ഇത് a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിലാണ്. ഇവിടെ എക്സിന്റെ സൈഡിൽ മൈനസ് ആണ് വരുന്നതെങ്കിൽ അത് a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള എക്സ്പാൻഷനും, നേരത്തെ ചെയ്തപ്പോൾ ഇവിടെ പ്ലസ് ആയിരുന്നു അത് a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള എക്സ്പാൻഷനും ആണ്. അപ്പോൾ ഇത് ചെയ്ത് കാണിക്കാം. എക്സ് സ്ക്വയർ മൈനസ് 30x പ്ലസ് 15 സ്ക്വയർ, അതായത് 225 തന്നെ വരും. എപ്പോൾ അതിന് നമ്മൾ എക്സ് മൈനസ് 15 ഹോൾ സ്ക്വയർ ആയിട്ട് ചുരുക്കി എഴുതിയാൽ നോക്കിക്കോ, എ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി പ്ലസ് ബി സ്ക്വയർ, എക്സ് സ്ക്വയർ മൈനസ് 30x പ്ലസ് 225 തന്നെയല്ലേ അവിടെ ഉള്ളത്, ഇവിടെ ഉള്ളത്. എക്സ് സ്ക്വയർ മൈനസ് 30x പ്ലസ് 225 അതെ. അപ്പൊ നമുക്ക് ഇവനെ ചുരുക്കി എന്തെന്ന് എഴുതാം? എക്സ് മൈനസ് 15 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 36. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഇവിടെ ചെയ്യുമ്പോൾ കിട്ടുന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. അപ്പൊ സ്ക്വയർ മാറി. എക്സ് മൈനസ് 15 ഈസ് ഈക്വൽ ടു ഇവിടെ റൂട്ട് വരും, പ്ലസ് ഓർ മൈനസ് റൂട്ട് 36. സോ എക്സ് മൈനസ് 15 ഈസ് ഈക്വൽ ടു റൂട്ട് 36 നമുക്കറിയാം, പ്ലസ് ഓർ മൈനസ് 6, പ്ലസ് ഓർ മൈനസ് 6 ആണ്. ഞാൻ 6 എടുക്കുക. അപ്പൊ എക്സ് മൈനസ് 15 ഈസ് ഈക്വൽ ടു 6. എക്സ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 6 പ്ലസ് 15 21. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാ എടുക്കുക? ബ്രെഡ്ത്ത്. ബ്രെഡ്ത്ത് എത്രയെന്ന് കിട്ടി? 21. ബ്രെഡ്ത്ത് 21 കിട്ടിയാൽ ലെങ്ത് എത്രയെന്നാണ് എടുത്തിരിക്കുന്നത്? അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി വരാം, ഒരു കുഴപ്പമില്ല. നമുക്ക് ചെയ്യുമ്പോൾ ഫൈനലൈസ് ആയിട്ട് നമ്മൾ ചെയ്തത് ശരിയാണെന്ന് നോക്കുമ്പോൾ കറക്റ്റ് അതിന്റെ ഏരിയ 189 വന്നാൽ അത് കറക്റ്റ് ആണെന്നാണ് അർത്ഥം. അപ്പോൾ എന്താണെങ്കിലും എക്സ് നമുക്ക് 21 കിട്ടി. എക്സ് സോറി ലെങ്ത് ആയിരുന്നു എടുത്തിരുന്നത്. ബ്രെഡ്ത്ത് എത്രയാണ്? ബ്രെഡ്ത്ത് y അല്ലേ? y എന്ന് പറഞ്ഞാൽ 30ൽ നിന്ന് എക്സ് കുറയ്ക്കണം. 30ൽ നിന്ന് 21 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 9. അപ്പോൾ 21 ഇൻറ്റു 9 ചെയ്യുമ്പോൾ 189 കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ആൻസർ കറക്റ്റ് ആണ്. നമുക്ക് നോക്കാം. 21 ഇൻറ്റു 9, 1 9 9 2 9 18 189 സെന്റിമീറ്റർ സ്ക്വയർ. വെരിഫിക്കേഷൻ നടത്തി. അപ്പോൾ നമ്മുടെ എക്സിന്റെ വാല്യൂ 21. എക്സ് ആയിട്ട് എടുത്തത് ലെങ്ത് ആണ്. എക്സ് ആയിട്ട് എടുത്തത് ലെങ്ത് ആണ്, അത് 21. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 30 മൈനസ് 21. 30 മൈനസ് 21 എത്രയാണ്? 9. സോ 21 ഇൻറ്റു 9. അടുത്തത് പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 80 സെന്റിമീറ്റേഴ്സ്. ഇപ്പൊ പറഞ്ഞ അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. പെരിമീറ്റർ എന്ന് പറയുന്നത് 80. അപ്പോഴേ നമുക്ക് എഴുതാം ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 40 ആണെന്നുള്ള ഫസ്റ്റ്. അടുത്ത ഏരിയ തന്നെയായിരിക്കും. ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 384. അതായത് എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് 384. അപ്പൊ വൈ എത്രയായിരിക്കും? 40 മൈനസ് എക്സ്. 40 മൈനസ് എക്സ്. അതായത് പെരിമീറ്റർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് എന്ത്? 80. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും എന്നും ആ പെരിമീറ്ററിന്റെ പകുതിയായിട്ട് കൊടുത്താൽ മതി, 40. അപ്പോൾ y എന്ന് പറയുന്നത് 40 മൈനസ് എക്സ് ആയിരിക്കും. 40 മൈനസ് എക്സ് ആയിരിക്കും. നമുക്കറിയാം ഇവിടെ എക്സ് ഇൻറ്റു വൈ ആണ് വന്നിരിക്കുന്നത്. ഒരിക്കലും എക്സും വൈയിലും ഇത് ചെയ്യാൻ പറ്റില്ല. വൈനെ നമ്മൾ 40 മൈനസ് എക്സ് എന്നാക്കുന്നു. അപ്പോൾ ഈ എക്സ് ഇൻറ്റു 40 മൈനസ് എക്സ് ഈക്വൽ ടു 384. ഇവിടെയും നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് വരുന്നത്. എക്സ് ഇൻറ്റു 40 40 എക്സ്, എക്സ് ഇൻറ്റു മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 384. ഇനി നമ്മൾ മൈനസ് എടുക്കണം, അല്ലെങ്കിൽ എക്സ് സ്ക്വയറിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകണം. അപ്പോൾ പ്ലസ് എക്സ് സ്ക്വയർ ആയി. 40 എക്സിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയപ്പോൾ മൈനസ് 40 എക്സ് ആയി. 384 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 384. എന്തിനു വേണ്ടിയാണ് അതെല്ലാം ചെയ്തത്? എക്സ് സ്ക്വയറിന്റെ സൈഡിൽ പ്ലസ് വേണം വരാൻ. ഇവിടെയും എക്സിന്റെ സൈഡിൽ മൈനസ് ആണ് വന്നത്. നമുക്ക് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിലാണ് അത് ചെയ്യേണ്ടത്. 40ന്റെ പകുതി 20 ആണ്. 20ന്റെ സ്ക്വയർ ഇവിടെ എടുക്കണം, ഇവിടെയും 20ന്റെ സ്ക്വയർ എടുക്കണം. കാരണം 40ന്റെ പകുതി 20. അപ്പൊ 20 സ്ക്വയർ രണ്ട് സൈഡിലും എടുക്കുന്നു. ഇനി ഇത് ഉറപ്പായിട്ടും ഏതിന്റെ എക്സ്പാൻഷൻ ആയിരിക്കും? എക്സ് ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. എക്സ് മൈനസ് 20 ഹോൾ സ്ക്വയർ ആയിരിക്കും. ഇവിടെ 20 സ്ക്വയർ 400 ആണ്. ഇവിടെ മൈനസ് 384. 400
384 ചെയ്യുമ്പോൾ ഇവിടെ 16 ആണ് വരുന്നത്. അപ്പോൾ x മൈനസ് 20 the whole square 16. അങ്ങനെയാണെങ്കിൽ x മൈനസ് 20 എത്രയായിരിക്കും? റൂട്ട് പ്ലസ് ഓർ മൈനസ് റൂട്ട് 16. നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ x മൈനസ് 20 the whole square is equal to 16 ആണ്. അപ്പോൾ സ്ക്വയർ അപ്പുറത്തോട്ട് വരുമ്പോൾ റൂട്ട് വരും പ്ലസ് ഓർ മൈനസ് റൂട്ട് 16. പ്ലസ് ഓർ മൈനസ് റൂട്ട് 16 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. അതായത് പ്ലസ് ഓർ മൈനസ് 4 ആണ് ഇവിടെ x മൈനസ് 20. അപ്പോൾ x എത്ര വരും? മൈനസ് 20 ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ പ്ലസ് 4 ആദ്യം എടുക്കാം. പ്ലസ് 4. അപ്പോൾ 20 4 24 ആണ് x. നേരത്തെ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരുന്നു എക്സും വൈയും കൂടെ കൂട്ടുമ്പോൾ 40 വരണം. അപ്പോൾ എക്സ് 24 എന്നാണ് കിട്ടിയത്. വൈ അപ്പോൾ എത്ര കിട്ടണം? എത്രയാ? 24 കൂടെ 16 കൂടെ കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 40 കിട്ടുന്നത്. സോ നമുക്ക് അതിന്റെ ഏരിയ കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ബ്രെഡ്ത്ത് നമുക്ക് അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ലെങ്താണ് നമ്മൾ ലെങ്ത് 24, ബ്രെഡ്ത്ത് വൈ ഈസ് ഈക്വൽ ടു എത്രയാണ്? 16 ആണ്. ബ്രെഡ്ത്ത് 16. ബ്രെഡ്ത്ത് ആ ഒരു റെക്റ്റാങ്കിളിന്റെ 16 ലെങ്ത് എത്രയാണ്? ഇപ്പോൾ കിട്ടിയ അനുസരിച്ച് 24 ആണ്. നമ്മൾ 24 ഇൻറ്റു 16 ചെയ്ത് നോക്കണം. 6 4 24, ശിഷ്ടം 2, 6 2 12, 14, 1 4 4, 1 2 2, 4 4 8, 384 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടുന്നുണ്ട്. നമ്മളത് വെരിഫൈ ചെയ്ത് നോക്കി. സോ ലെങ്ത് ഈസ് 24 ആൻഡ് ബ്രെഡ്ത്ത് ഈസ് 16. ഇനി അടുത്തത് സെയിം ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. 4 പെരിമീറ്റർ 80 തന്നെയാണ്. അടുത്ത ഏരിയ 351. നേരത്തെ 351 ആയിരുന്നത്, നേരത്തെ 384 ആയിരുന്നത് 351. സെയിം ടൈം. അതായത് ഇവിടെ പെരിമീറ്റർ 80 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ x പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എത്രയാ? 40. അപ്പോൾ y ഈസ് ഈക്വൽ ടു എത്രയാ? 40 മൈനസ് എക്സ്. 40 മൈനസ് എക്സ്. സോ അടുത്ത സ്റ്റെപ്പിൽ x ഇൻറ്റു വൈ ഈക്വൽ ടു ഏരിയ 351. അപ്പോൾ y-ക്ക് പകരം x ഇൻറ്റു 40 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 351. x ഇൻറ്റു 40 40x, x ഇൻറ്റു മൈനസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 351. അപ്പോൾ എക്സ് സ്ക്വയർ അങ്ങോട്ട് കൊണ്ടുവന്നു പ്ലസ് ആയി, ഇത് അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ മൈനസ് 40x ആയി, ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ മൈനസ് 351 ആയി. സോ എക്സ് സ്ക്വയർ മൈനസ് 40x, 40xന്റെ പകുതി 20 ആണ്. 20 സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ എന്തോ ഒരു മൈനസ് 351 പ്ലസ് ഇവിടെ 20 സ്ക്വയർ ചേർത്തുകൊണ്ട് നമ്മൾ ഇവിടെ 20 സ്ക്വയർ തന്നെ ചേർക്കണം. മൈനസ് 351, 20 സ്ക്വയർ 400 ആണ്. 400 351 പോയാൽ 49 ആണ്. ഇത് ഉറപ്പായിട്ടും a മൈനസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ്. a മൈനസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ്. അപ്പോൾ ഇത് എന്ത് വരും? x മൈനസ് 20 ദ ഹോൾ സ്ക്വയർ. x മൈനസ് 20 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 49. അപ്പോൾ സ്ക്വയർ മാറുമ്പോൾ x മൈനസ് 20 ഈക്വൽ ടു എന്ത് വരും? പ്ലസ് ഓർ മൈനസ് 49 എന്ന് വരും. റൂട്ട് ഓഫ് 49. അപ്പോൾ x മൈനസ് 20 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 49. റൂട്ട് 49 നമുക്കറിയാം 7 ആണ്. അതായത് x മൈനസ് 20 പ്ലസ് ഓർ മൈനസ് 7 ആണ്. x ഈസ് ഈക്വൽ ടു എത്ര വരും? പ്ലസ് 7. 20 അങ്ങോട്ട് വരുമ്പോൾ എന്ത് വരും? പ്ലസ് 20 വരും. 20 7 കൂടെ കൂട്ടുമ്പോൾ 27. അതായത് ലെങ്ത് നമുക്ക് 27 എന്ന് കിട്ടി. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്ര വേണം? രണ്ടും കൂടെ കൂട്ടുമ്പോൾ 40 ആണ് വരുന്നത്. 27 ആണെങ്കിൽ ഇത് എത്രയാണ് വരുന്നത്? 13. ഇനി ഇതിന്റെ ഏരിയ കൂട്ടുമ്പോൾ 350. ഇതാ ഏരിയ ഇതിന്റെ കൂടെ കുഴിക്കുമ്പോൾ 351 കിട്ടുമെങ്കിൽ ചെയ്തത് ശരിയാണ്. 3 7 21, ശിഷ്ടം 2, 2 3 6 2, 6 2 3 6 2 8, 1 7 7, 1 2 2. So answer is 1 7 7 14 15 then 351 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് പെരിമീറ്റർ ഓഫ് ദ റെക്ടാങ്കിൾ ഈസ് 40 സെന്റിമീറ്റർ. റൈറ്റ് എ പെയർ ഓഫ് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി മെഷർ ഓഫ് ഇറ്റ് സൈഡ്സ്. 40 ആണെങ്കിൽ പെരിമീറ്റർ 40 ആണെങ്കിൽ x പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 20. അതുപോലെ തന്നെ പെരിമീറ്റർ ഓഫ് ദ റെക്ടാങ്കിൾ ഈസ് 40 സെന്റിമീറ്റർ ആണ്. ഏരിയ xy എന്ന് പറയുന്നത് ഇനി ഞാനത് ചെയ്യുന്നില്ല, ഇതിപ്പോൾ കുറേ ക്വസ്റ്റ്യൻ ആയതുപോലെ തന്നെ xy ഈസ് ഈക്വൽ ടു എത്രയാണ്? 84. വൈക്ക് പകരം എന്ത് കൊടുക്കുക? y ഈസ് ഈക്വൽ ടു 20 മൈനസ് എക്സ്. 20 മൈനസ് എക്സ് വൈക്ക് പകരം 20 മൈനസ് എക്സ് എന്ന് ഇവിടെ നിന്ന് കൊടുക്കാം. ഈക്വൽ ടു 84. ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുക.
അപ്പൊ ചെയ്ത അതേ മെത്തേഡിൽ സോൾവ് ചെയ്യുക. അടുത്തത് പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 40 സെന്റിമീറ്റേഴ്സ്, ലെങ്ത് ഓഫ് ദ സ്മോളസ്റ്റ് സൈഡ് ഈസ് 7 സെന്റിമീറ്റേഴ്സ്, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ലാർജസ്റ്റ് സൈഡ്? ഒരെണ്ണം 40 ആണ്, അതിനകത്ത് സ്മോളർ 7 ആണെങ്കിൽ മറ്റേ 40 മൈനസ്, അതായത് പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 40 സെന്റിമീറ്റർ. 40 സെന്റിമീറ്റർ ആണ് ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്റർ, അതായത് ലെങ്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടുന്ന. അപ്പൊ 20 വരണം. 20 ചെറുത് ബ്രെഡ്ത്ത് 7 ആണെങ്കിൽ ലെങ്ത് എത്ര വരും? 13. കാരണം മൊത്തം പെരിമീറ്റർ 40, അതായത് ഇത് ഇതുകൂടെ കൂട്ടുമ്പോൾ 20, അത് ഇത് 7 ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് എത്രയായിരിക്കും? 13. ഇനി ഫൈൻഡ് ദി സൈഡ്സ് ഓഫ് എ റെക്ടാംഗിൾ വിത്ത് പെരിമീറ്റർ 40. പെരിമീറ്റർ 40 എന്ന് പറയുമ്പോൾ x + y = 40ന്റെ പകുതി 20 ആൻഡ് ഏരിയ xy = 96. ഏരിയ 96. നമുക്കറിയാം x + y 20 ഉം xy 96 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ y = എന്തെന്ന് കൊടുക്കാൻ പറ്റും? 20 - x എന്ന് കൊടുക്കാൻ പറ്റും. y = 20 - x. x × 20 - x = 96 എന്ന് കിട്ടും. ഇനി ക്യാഷ്വലായിട്ട് ഞാൻ എഴുതി പോവാണ്. നമ്മൾ എല്ലാ സ്റ്റെപ്പും പറഞ്ഞതാണ്. 20 × x - x² = 96. x² അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു, 20x നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു, 96 അപ്പുറത്തേക്ക് കൊണ്ടുവന്നു, -96 ആകുന്നു. ഇവിടെ ഇതിന്റെ പകുതിയായിട്ടുള്ള x² - 20x ന്റെ കൂടെ അതിന്റെ പകുതി 10² കൂട്ടുന്നു, 96ന്റെ കൂടെ ഇവിടെയും 10² കൂട്ടുന്നു. 96 + -96 + 100 ആകുന്നു. ഇവിടെ ഇത് x - ഇത് 10 അല്ല, അപ്പോൾ x - 10 the whole square. x - 10 the whole square. 20ന്റെ പകുതി, ആ പകുതിയാണ് ഇവിടെ വരുന്നത്. x - 10 the whole square. 96 100 ൽ 96 പോയാൽ 4. x - 10 the whole square എത്രയാണ്? 4. അങ്ങനെയാണെങ്കിൽ x - 10 എത്ര വരും? √4. അത് എത്രയാ? 2. x - 10 2. അപ്പോൾ x എത്രയായിരിക്കും? -10 ഇങ്ങോട്ട് വരുമ്പോൾ +10 12. അതായത് ലെങ്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടുന്നത് 20 സെന്റിമീറ്റർ വരണം. 20 സെന്റിമീറ്റർ, അതായത് ലെങ്ത് 12 കിട്ടി. അപ്പോൾ ഇത് എത്രയായിരിക്കും? 8. 12 8 എത്രയാണ്? 12 8 96 ആണ്. 12 8 96. 2 8 16. ശിഷ്ടം 8 yes 96. അടുത്ത ഫിഗർ ഷോസ് two parallel sides of a square extended by 4 cm to make a rectangle. Shows a two parallel side of a square. The square ആണെങ്കിൽ ഇവിടെ x, ഇത് x, ഇത് x, 4 സൈഡ് ഈക്വൽ ആയിരിക്കുമല്ലോ x. ആ ഒരു സൈഡ് x ന്റെ ഇത് 4 സെന്റിമീറ്റർ ആക്കിയപ്പോൾ ഈ ലെങ്ത് എത്രയായി മാറി? x + 4. ഇനി നമ്മളോടുള്ള ചോദ്യം, the square 4 cm, the area of new rectangle is 396. അതായത് ഇത്രേ ഉള്ളൂ. ഈ സ്ക്വയറിന്റെ ഇനിഷ്യൽ സൈഡ് നമുക്കറിയില്ല, x ആണ്. അതിന്റെ ഓരോ സൈഡും എന്ത് കൂട്ടി? അല്ല, ഓരോ സൈഡും അല്ല, ഈ ഒരു സൈഡ് മാത്രം 4 സെന്റിമീറ്റർ കൂട്ടി ഒരു റെക്ടാങ്കിൾ ഉണ്ടാക്കി. ആ റെക്ടാങ്കിളിന്റെ ഏരിയ ആണ് അവിടെ തന്നിരിക്കുന്നത്. എത്രയാണ്? 396. ടേക്കിംഗ് ദ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് സ്ക്വയർ ആസ് x. സൈഡിന്റെ സ്ക്വയർ എത്രയായിട്ട് എടുത്തു? സ്ക്വയറിന്റെ സൈഡ് x ആക്കി എടുത്താൽ പുതിയ ഉണ്ടായ റെക്ടാങ്കിൾ 4 സെന്റിമീറ്റർ ആണ് കൂടിയത്. അപ്പോൾ അത് മൊത്തം x + 4 ഉം ഇത് x ഉം. റൈറ്റ് ഓഫ് ദ ഗിവൺ ആസ് ആൻ അൾജിബ്രായിക് എക്സ്പ്രഷൻ. അപ്പം 396 ആണ് റെക്ടാങ്കിളിന്റെ ഏരിയ. ഏരിയ ഓഫ് റെക്ടാങ്കിൾ ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് ആണ്. അതായത് ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് ആണ് ഏരിയ. ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? x + 4. x + 4. ബ്രെഡ്ത്ത് എത്രയാണ്? x ഈക്വൽ ടു ഏരിയ എത്ര വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 396. x × x x² + 4 × x 4x equal to 396. ഇനി സ്ക്വയർ കോമ്പിനേഷൻ മെത്തേഡ് x² + 4x. 4x ന്റെ പകുതി 4 ന്റെ പകുതി 2. 2 യുടെ സ്ക്വയർ എടുക്കുക ഈക്വൽ ടു 396. ഇവിടെ ഇല്ലായിരുന്നു, നമ്മൾ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യുക 2². സോ ഇത് ഏരിയയുടെ എക്സ്പാൻഷൻ ആണ്. x + 2 the whole square is equal to 396 400. x + 2 equal to √400 എന്ന് വരും. √400 നമുക്കറിയാം എത്രയാണ്? 20 ആണ്. √400 അറിഞ്ഞിരിക്കണം, 20 ആണ്. അപ്പോൾ +2 അങ്ങോട്ട് വരുമ്പോൾ -2 ആകും. അപ്പോൾ 18 എന്ന് കിട്ടും. x 18. അതായത് x 18. അപ്പോൾ ഇത് എത്രയാണ്? 22 ആണ്. അതായത് ലെങ്ത് ഓഫ് റെക്ടാങ്കിൾ 22. അതായത് 18 × 22 ചെയ്യുമ്പോൾ നമുക്ക് 396 കിട്ടിയാൽ ശരിയാണ്. 8 2 16, 2 8 16, 1 17, 1 2 2 2 2. സോ 6 7 2 9 396 സെന്റിമീറ്റർ സ്ക്വയർ. One side of a rectangle
rectangle is 12 centimeter longer than the other side and its area is. ഇനി വേറെ ഒരു ടൈപ്പ് ഓഫ് ചോദ്യമാണ്. One side of a rectangle is 12 centimeters longer than the other side എന്നാണ് പറഞ്ഞിരിക്കുന്നത്. One side of a rectangle is 12 centimeter longer than the other side. റെക്ടാങ്കിളിന്റെ ഒരു സൈഡ് മറ്റേ സൈഡിനെക്കാളും 12 കൂടുതലാണ്. വളരെ സിമ്പിൾ. അതിന്റെ ഏരിയ 864 സെന്റിമീറ്റേഴ്സുമാണ്. Form a second degree equation by taking the smaller side as x. Calculate the length of the sides of the rectangle. ഒരു റെക്ടാങ്കിളിന്റെ ഒരു സൈഡ് x ഉം മറ്റേത് എത്രയായിരുന്നു 12 സെന്റിമീറ്റർ കൂടുതലാണ്. ഒരു സൈഡ് x ഉം മറ്റേത് 12 കൂടുതലുമാണ്. അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണെന്നിരിക്കുന്നത് 864. അപ്പോൾ L into B, length into breadth, x plus 12 into x equal to 864. 864 അടുത്തുള്ള സ്ക്വയർ ഏതാ 900 ആണ്. അപ്പോൾ 900ന്റെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ x സ്ക്വയർ പ്ലസ് 12x ഈക്വൽ ടു 864. നമുക്കറിയാം 12ന്റെ പകുതി എത്രയാണ് 3 6. 12ന്റെ പകുതി 6 സ്ക്വയർ. ഇവിടെയും എത്ര സ്ക്വയർ കൂട്ടണം 6 സ്ക്വയർ. സോ ഇത് എന്താവും ഇവിടെ പ്ലസ് ആണ് വന്നത്. സോ ഇത് x plus 6 the whole square. a plus b the whole square ആണ്. ഈ a plus b the whole square എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് തന്നെ കിട്ടുകയും ചെയ്യും. ഈക്വൽ ടു 864 36 900. സോ x plus 6 is equal to root 900. x plus 6 is equal to root 900 എത്രയാണ് 30. x is equal to 30 ൽ 4 കുറഞ്ഞാൽ ഈ 6 അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് 6 ആകും 24. x 24, ഇത് 24, ഇത് 24 പ്ലസ് 12 24 36. ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 864 കിട്ടിയാൽ ശരിയാണ്. 24 ഇൻറ്റു 36 6 4 24 6 2 12 2 14 3 4 12 ശിഷ്ടം 1 3 2 6 1 7 4 6 864 എന്ന് കിട്ടി. സോ നമ്മൾ ചെയ്തത് കറക്റ്റാണ്. ഇനി സ്ട്രിപ്പ് ഓഫ് വിഡ്ത്ത് 4. ഈ ഒരു സ്ട്രിപ്പിന്റെ ഇത്രയും വിഡ്ത്ത് എത്രയായിരുന്നു 4 സെന്റിമീറ്റർ ആയിരുന്നു. ഈസ് അറ്റാച്ച്ഡ് ടു ദ സൈഡ് ഓഫ് എ സ്ക്വയർ ടു ഫോം എ റെക്ടാങ്കിൾ. നേരത്തെ ചെയ്തതുപോലെയാണ്. സ്ക്വയറിന്റെ സൈഡ് എത്രയായിട്ട് എടുക്കാം x. എക്സിന്റെ കൂടെ 4 കൂടെ കൂട്ടിയാൽ എത്രയാ x plus 4 ആണ്. ഇത് ടോട്ടൽ. ദ ഏരിയ ഓഫ് ദ ന്യൂ റെക്ടാങ്കിൾ 77. അങ്ങനെയാണെങ്കിൽ സൈഡുകൾ കണ്ടുപിടിക്കാനാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ x ആയിരുന്നു 4. ഈ സ്ക്വയറുകളുടെ എല്ലാ വശവും x ആണ്. അതിലൂടെ ഇപ്പൊ 4 കൂടി. അപ്പൊ x plus 4 ആണ് ഉണ്ടായ റെക്ടാങ്കിളിന്റെ ലെങ്ത്. ബ്രെഡ്ത്ത് എത്രയാണ് x. x plus 4 into x is equal to അതിന്റെ പുതിയ ഏരിയ എത്രയാണ് കിട്ടിയിരിക്കുന്നത് 77. സോ x into x x square 4 into x 4x equal to 77. 4 ന്റെ പകുതി എത്രയാ 2. 4 ന്റെ പകുതി 2. സോ x square plus 4x plus 4 ന്റെ പകുതി 2 സ്ക്വയർ ഈക്വൽ ടു 77 പ്ലസ് 2 സ്ക്വയർ. കാരണം രണ്ട് സൈഡിലും 4 ന്റെ പകുതി ആയിട്ടുള്ള 2 സ്ക്വയർ ആഡ് ചെയ്യണം. ഇത് ഒന്നും ആലോചിക്കേണ്ട. നമുക്ക് x plus 2 the whole square എന്ന് എഴുതാം. ഇത് 77 4 81. സോ x plus 2 is equal to root of 81. അതായത് x plus 2 is equal to 9. x plus 2 is equal to 9. x is equal to എത്രയായിരിക്കും 9 minus 2 7 ആയിരിക്കും. x 9 minus 2 7. ഇത് 7 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും 7 4 11. അപ്പോൾ കറക്റ്റ് ആണ്. 11 into 7 77 ഏരിയയും കിട്ടി. ഇനി അടുത്ത ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ ആർട്ട് ഈസ് 5 meters more than the breadth. Diagonal is 10 meters more than the breadth. So length of a rectangle R is 5 meters more than breadth and diagonal is 10 meters more than breadth എന്നാണ് തന്നിരിക്കുന്നത്. Taking breadth as x, write the measures of length and diagonal in terms of x. Breadth നെ x എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവർ പറഞ്ഞിരിക്കുന്ന length of rectangle R is 5 meters more than the breadth എന്നാണ്. breadth നെക്കാട്ടിലും 5 കൂടുതലാണ് length. So length x plus 5. ഇനി diagonal എന്ന് പറയുന്നത് 10 meters more than breadth. breadth എടുത്ത x അല്ലേ, breadth എടുത്തത് x ആണ്. ആ x നെക്കാട്ടിലും 10 കൂടുതലാണ് ആര് diagonal. So diagonal ഏതാ x plus 10. Form a second degree equation and find the length and breadth of the heart. ഇത് വേണമെങ്കിൽ second degree equation ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയറും ഉപയോഗിക്കാം. കാരണം ഇതിനകത്ത് എന്ത് തന്നിട്ടില്ല, ഏരിയ തന്നിട്ടില്ല. ആ റെക്ടാങ്കിളിന്റെ ഏരിയ തന്നിരുന്നെങ്കിൽ നമുക്ക് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഏരിയ ചെയ്യാമായിരുന്നു. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ത് ചെയ്യാമായിരുന്നു,
ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇത് എന്താ ഇവിടെ വന്നിട്ടുള്ളൂ, ലെങ്തും ബ്രെഡ്ത്തും അതുപോലെ ഡയഗണലുമാണ് തന്നിരിക്കുന്നത്. അതായത് ഇത് എക്സ്, ഇത് എക്സ് പ്ലസ് വൈ, ഇത് എക്സ് പ്ലസ് 10 ആണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്കൊരു 90 ഡിഗ്രി ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിന്റെ ഇവിടെ എക്സും ഇത് എക്സ് പ്ലസ് 5ഉം ഇത് എക്സ് പ്ലസ് 10ഉം ആണ്, എക്സ് പ്ലസ് 10ഉം ആണ്. സോ ഇത് ഹൈപ്പോട്ടന്യൂസ്, ഇത് ബേസ്, ഇത് ഓൾട്ടിറ്റ്യൂഡ്. നമുക്കൊരു ഫോർമുല ഉണ്ട്, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എത്രയാണ്, എക്സ് പ്ലസ് 10 ദ ഹോൾ സ്ക്വയർ. അതിന് നമുക്ക് എന്തറിയണം, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അറിയണം. അത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. ബ്രെഡ്ത്ത് സോറി ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ. ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്, എക്സ് സ്ക്വയർ. കണ്ടോ, ഇത് നമ്മൾ ഇനി ചില ക്വസ്റ്റ്യനിൽ വരുന്നത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇവിടെ ചെയ്യേണ്ടത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇതിൽ എ എത്രയാണ്, എക്സും ബി എത്രയാണ്, 10 ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 10 പ്ലസ് ബി സ്ക്വയർ എത്രയാ, 10 സ്ക്വയർ. ഇത് ഏതുപോലെ വന്നു, എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി. എ ഇതാണ്, ബി ഇതാണ്. സോ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് വരും, എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 5 പ്ലസ് 5 സ്ക്വയർ. കാരണം എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 5 പ്ലസ് 5 സ്ക്വയർ പ്ലസ് വേറെ ഏതും കൂടെ ഉണ്ട്, ഈ ഒരു എക്സ് സ്ക്വയറും കൂടെ ഉണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ ഇത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. ആ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇതും എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. ഇത് എ, ഇത് ബി, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x10 പ്ലസ് 10 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇത് എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 5 പ്ലസ് 5 സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. ഇങ്ങനെ കിട്ടി. ഇനി അതിനെ സോൾവ് ചെയ്യണം. ഇത് എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 20 എക്സ് പ്ലസ് 10 സ്ക്വയർ എത്രയാണ്, 100. അപ്പുറത്ത് എന്തൊക്കെയാണുള്ളത്, എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 5 എത്രയാണ്, പ്ലസ് 10x പ്ലസ് 5 സ്ക്വയർ എത്രയാണ്, 25. വീണ്ടും ഒരു എക്സ് സ്ക്വയർ കൂടെ അവിടെ ഉണ്ട്. ഇനി എല്ലാം ഒരേ സൈഡിലേക്ക് കൊണ്ടുവരിക. ഒരു സൈഡിൽ എക്സ് സ്ക്വയർ പ്ലസ് 20x പ്ലസ് 100 ഉണ്ട്. ഈ എക്സ് സ്ക്വയർ അങ്ങോട്ട് വരുമ്പോൾ എന്ത് വരും, മൈനസ് എക്സ് സ്ക്വയർ. ഈ 10x ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് വരും, മൈനസ് 10x. ഈ 25 ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് വരും, മൈനസ് 25. ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 0. എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറും വെട്ടിപ്പോയി. പിന്നെ ഉള്ളത് 20x-ഉം മൈനസ് 10x-ഉം കൂട്ടുമ്പോൾ എത്രയാണ്, 10x. 20x-ൽ നിന്ന് 10x പോയാൽ എത്രയാ, 10x. 100-ൽ നിന്ന് 25 പോയാൽ എത്രയാണ്, 100-ൽ നിന്ന് 25 പോയാൽ പ്ലസ് 75. പിന്നെ ഉള്ളത് ഏതാണ്, ഒരു മൈനസ് എക്സ് സ്ക്വയർ. നമുക്കറിയാം ഒരിക്കലും എക്സ് സ്ക്വയറിന്റെ സൈഡിൽ എന്തുണ്ടാവരുത്, മൈനസ് ഉണ്ടാവരുത്. ഈക്വൽ ടു എന്താണ്, 0. അതുകൊണ്ട് എക്സ് സ്ക്വയറിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി, പ്ലസ് എക്സ് സ്ക്വയർ ആയി. 10x-നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി, മൈനസ് 10x ആയി. അവിടെ അവശേഷിക്കുന്ന ആരാണ്, 75. സോ 75 ഒരു സൈഡിൽ അവശേഷിക്കുന്നു. എക്സ് സ്ക്വയറിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി, 10x-നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഇതും സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിൽ ചെയ്യാം. എക്സ് സ്ക്വയർ 10-ന്റെ പകുതി 5 ആണ്, അത് ഇവിടെ കൂട്ടുക, അപ്പുറത്തും 5 കൂട്ടുക. സോ എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 5 സ്ക്വയർ ഈക്വൽ ടു, ഇത് ഏത് എക്സ്പാൻഷൻ രീതിയിലാണ് വന്നിരിക്കുന്നത്, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 75 പ്ലസ് 25 എത്രയാണ്, 100. സോ ഇത് ഏതാണ്, എക്സ് മൈനസ് 5 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 100. എക്സ് മൈനസ് 5 ഈക്വൽ ടു എത്രയാ, റൂട്ട് ഓഫ് 100. കാരണം സ്ക്വയർ മാറിയാൽ അപ്പുറത്ത് എന്തെങ്കിലും കൊടുക്കണം, സ്ക്വയർ മാറിയാൽ അപ്പുറത്ത് റൂട്ട് ഇട്ട് കൊടുക്കണം. സോ എക്സ് മൈനസ് 5 നമുക്ക് എത്ര കിട്ടി, റൂട്ട് 100. അതായത് എക്സ് മൈനസ് 5 എന്ന് പറയുന്നത് 10 ആണ്, എക്സ് എന്ന് പറയുന്നത് 15 എന്ന് കിട്ടും. കാരണം ഇത് റൂട്ട് 100 10 മൈനസ് 5 ഇപ്പുറത്തോട്ട് വരുമ്പോൾ പ്ലസ് 5, അതായത് 15. എക്സ് 15, അതായത് ബ്രെഡ്ത്ത് 15, ലെങ്ത് ഓഫ് 20. കാരണം 15 പ്ലസ് 5 20. ഇതോ 15 പ്ലസ് 10 25. 25. സോ ഇതാണ് സംഭവം, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിന് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം ഇവിടെ ഏരിയ തരാതെ ഡയഗണലും ബേസും ഓൾട്ടിറ്റ്യൂഡും തരും. നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ കൊണ്ട് എക്സ്പാൻഡ് ചെയ്യാൻ നല്ലപോലെ അറിയണം. അതുപോലെ തന്നെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഒന്ന് കൊണ്ടുപോയിട്ട് കറക്റ്റ് ചെയ്യാൻ അറിയെങ്കിലേ നമുക്ക് ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റുള്ളൂ.
ഇക്വേഷൻ ഫോം ചെയ്തിട്ട് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്താണ്. അടുത്തത് പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിളിന്റെ ഫിഗർ ഈസ് 36. സോ AC is equal to AC. ഡയഗണൽ തന്നിട്ടുണ്ട്. AC റൂട്ട് ഓഫ് 164 ആണ്. റൂട്ട് 164. വാട്ട് ഈസ് AB പ്ലസ് BC? AB യും BC യും കൂടെ കൂട്ടുന്നത് എത്രയെന്നാണ് ചോദ്യം. അത് നമുക്കറിയാം. ലെങ്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടുന്നത് എത്രയെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എത്രയെന്ന് തന്നിട്ടുണ്ടെങ്കിൽ 36 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഇതും 18, ഇതും എത്രയായിരിക്കും 18. അപ്പൊ ഇതും കൂടെ കൂട്ടുന്നത് 18. ഇത് x ആണെങ്കിൽ ഇത് എത്രയായിരിക്കും y. നമുക്ക് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് വേണം? 18 വേണം. സോ x plus y equal to 18. ലെങ്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? 18. നമുക്ക് അല്ലെങ്കിൽ പറയാം പെരിമീറ്റർ 30 എത്രയാണ് തന്നിരിക്കുന്നത് അവിടെ? 36. അപ്പൊ ലെങ്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടുന്നത് പെരിമീറ്ററിന്റെ പകുതി ആയിരിക്കും. അങ്ങനെ കൊടുത്തിരുന്നാൽ മതി. അതായത് 18. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AB എന്നാണ് ചോദ്യം. AB യുടെ ലെങ്ത് എത്രയെന്നാണ് ചോദ്യം. അവിടെ നമുക്ക് ഈ ഒരു തിയറം ഏതാണ്? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിളില് AB സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഏതാ? BC സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എത്രയാ? AC സ്ക്വയർ ആണ്. അപ്പൊ ആ ത്രികോണം നമുക്ക് ഒന്നും കൂടെ വരയ്ക്കാം. ഇത് A, ഇത് B, ഇത് C, ഇത് D. AC തന്നിട്ടുണ്ട് റൂട്ട് ഓഫ് 164. AB യും BC യും കൂടെ കൂട്ടുന്നത് ഇത് x ഇത് y ആണെങ്കിൽ x plus y എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം? 18. അതായത് y നമുക്ക് x ന്റെ ടേംസിൽ എഴുതണം എങ്കിലേ ഉള്ള ആൻസർ കിട്ടത്തുള്ളൂ. y എന്ന് പറയുന്നത് 18 - x ആയിരിക്കും. y is equal to 18 - x. കാരണം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? 18. അപ്പോൾ 18 - x ഉം അതുപോലെ തന്നെ ഈ x കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? 18 കിട്ടുന്നുണ്ട്. സോ ഒരു ലെങ്ത് x ഉം മറ്റേത് എന്തായിരിക്കും? 18 - x ഉം ആയിരിക്കും. നമുക്ക് അല്ലെങ്കിൽ അറിയാം ലെങ്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടുന്നത് പെരിമീറ്ററിന്റെ പകുതി. പെരിമീറ്റർ 36 ആണ്. അതിന്റെ പകുതി എത്രയാണ്? 18. ഇനി ഒരെണ്ണം x ആണെങ്കിൽ മറ്റേത് 18 - x എടുത്താൽ മതി. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഏതാണത്? ഇവിടെ x, ഇവിടെ 18 - x, ഇവിടെ 164 എന്നിങ്ങനെ 3 സൈഡുള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഇത് ഹൈപ്പോട്ടന്യൂസ്, ഇത് ബേസ്, ഇത് ഓൾട്ടിറ്റ്യൂഡ്. സോ നമുക്ക് അറിയാം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എത്രയാണ്? തെറ്റാതെ എഴുതണം. റൂട്ട് 164ന്റെ സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ എത്രയാണ്? x സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്? 18 - x ദ ഹോൾ സ്ക്വയർ. ഇത് a - b ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്കറിയാം റൂട്ട് ഉള്ള ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് ഇല്ലാതെ എഴുതിയാൽ മതി. 164 ഈസ് ഈക്വൽ ടു x സ്ക്വയർ പ്ലസ് ഇത് a - b ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ്. a - b ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ ആണ്. a സ്ക്വയർ മൈനസ് 2ab. a ഇവിടെ 18 ഉം b ഇവിടെ x ഉം ആണ്. സോ 18 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 18 ഇൻറ്റു b എന്ന് പറയുന്നത് x ആണ് പ്ലസ് b സ്ക്വയർ എന്ന് പറഞ്ഞാൽ x സ്ക്വയർ ആണ്. സോ അത് ഞാൻ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് കിട്ടും? 18 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 18 എത്രയാണ്? 36x പ്ലസ് x സ്ക്വയർ. നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ. ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 20 സെന്റിമീറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് ബ്രെഡ്ത്ത് ഈസ് 4 സെന്റിമീറ്റേഴ്സ്. ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ 20 സെന്റിമീറ്റർ ആയിരുന്നു ആൻഡ് ഇറ്റ്സ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. When a new rectangle is formed by changing the length and the breadth, its perimeter is decreased by 8 cm and area increased by 16 cm square. Find the change in the length and the breadth എന്നാണ് ചോദ്യം. Length of a rectangle initially എത്രയായിരുന്നു? 20 cm. Length of a rectangle 20. ഒരു റെക്ടാങ്കിളിന്റെ ലെങ്ത് 20 ആയിരുന്നു. And also its breadth is 4 cm. ഒറിജിനൽ ആയിട്ടുള്ള ലെങ്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട് 24 80 ആണ്. എന്ത് ഏരിയ? 80 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയയും 20 24 24 20 4 24 ഇവിടെ 24 വരും. അപ്പൊ 48 സെന്റിമീറ്റർ എന്തുവാണുള്ളത്? പെരിമീറ്ററുമാണ് ഉള്ളത്. When a new rectangle is formed by changing the length and breadth, its perimeter decreased by 8. Perimeter decreased by 8 എന്ന് പറഞ്ഞാൽ എത്രയായി? 40. 48ൽ നിന്ന് എത്രയായി? 40. And area increased by 16. 80 എന്നുള്ളത് എത്രയായി? 96. ഏരിയ 96 ആയി. ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ
ഫസ്റ്റ് ഇനിഷ്യലി നമുക്ക് 4 ആണ് ബ്രെഡെന്നും ലെങ്ത് 20 എന്നും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ഏരിയ 20 × 4 80ഉം 20 20 40 40 4 44 4 48 സെന്റിമീറ്റർ ആണ് എന്തെന്നും പെരിമീറ്റർ എന്ന് ഉറപ്പാണ്. എന്നിട്ട് പറയുക പെരിമീറ്റർ 40 അതായത് 8 സെന്റിമീറ്റർ കുറഞ്ഞു 40 ആയി. ഏരിയ ഇൻക്രീസ്ഡ് ബൈ 16 എന്ന് പറഞ്ഞാൽ 80 ആയിരുന്നത് എത്രയായി 96 ആയി. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ചേഞ്ച് ഇൻ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് എന്നാണ് ചോദ്യം. ഇതിന്റെ ഒറിജിനൽ ലെങ്തിൽ നിന്ന് ഈ പുതിയ ലെങ്തും ബ്രെഡ്ത്തും കണ്ടുപിടിച്ചിട്ട് എത്രയാണ് ചേഞ്ച് ചെയ്തതെന്നാണ് ചോദ്യം. അത് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഇതിനെ x എന്നും ഇതിനെ y എന്നും എടുക്കാം. പെരിമീറ്റർ 40 എന്നും നമ്മൾ കണ്ടെത്തി. പെരിമീറ്റർ 40 ആണെങ്കിൽ x + y എത്രയായിരിക്കും 20. പെരിമീറ്റർ 40 ആണെങ്കിൽ x ഉം y ഉം കൂടെ കൂട്ടുന്നത് എത്രയായിരിക്കും 20. കാരണം എന്താ പെരിമീറ്ററിന്റെ പകുതി ആയിരിക്കും ലെങ്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടുന്നത്. ഇനി y എന്തായിരിക്കും 20 - x ആയിരിക്കും 20 - x. ഇനി ഏരിയ കൂടി 16 കൂടി 96 ആയി. അപ്പോൾ ഏരിയ ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു ഏരിയ. ലെങ്ത് എത്രയാണ് ലെങ്ത് നമുക്ക് x എന്ന് എടുക്കാം. ബ്രെഡ്ത്ത് നമ്മൾ x ന്റെ ടേംസിലാക്കി എത്രയാണ് 20 - x ഈക്വൽ ടു ഏരിയ ഇൻഡയറക്ട്ലി അവർ തന്നിട്ടുണ്ട് 96 എന്ന് തന്നിട്ടുണ്ട്. സോ 20 × x എത്രയാണ് 20x. x × -x എത്രയാണ് -x² ഈക്വൽ ടു 96. ഇനി അടുത്തതായിട്ട് x² നമ്മൾ x² അപ്പുറത്തോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ +x² ആവും. 20x അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ -20x ആവും. 96 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ -96 ആവും. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്താൽ ഇതിനെ എല്ലാത്തിനെയും മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്തു. മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ ഇത് പ്ലസ് ആയി. ഇതിനെ മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ ഇത് മൈനസ് ആയി. ഇത് പ്ലസ് ആയിരുന്നത് മൈനസ് ആയി. ഇനി 20ന്റെ പകുതി 10 x² - 20x + 10² ഈസ് ഈക്വൽ ടു -96 + 10². സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് എത്തുന്നുണ്ട്. x² ഇത് എന്തെന്ന് എഴുതാം x - 10 ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ് ഇത് ഈക്വൽ ടു -96 ഇത് 100 വരും. അപ്പോൾ എത്രയാ 4. അപ്പോൾ സ്ക്വയർ മാറുമ്പോൾ എത്രയാ x - 10 ഈസ് ഈക്വൽ ടു √4. അപ്പോൾ x - 10 ഈക്വൽ ടു √4 എത്രയാ 2. അപ്പോൾ x എത്രയാ 12. 10 + 10 അങ്ങോട്ട് വരണം. അപ്പോൾ x ഈക്വൽ ടു എത്രയാ 12. x ന്റെ വാല്യൂ 12 എന്ന് നമുക്ക് കിട്ടി. ചുരുക്കം പറഞ്ഞാൽ ഇത് 12. y എത്രയാണെന്നാണ് കിട്ടിയത് 20 ന് 12 കുറച്ചാൽ എത്രയാ 8. ആദ്യം എത്രയായിരുന്നു ബ്രെഡ്ത്ത് 4. ബ്രെഡ്ത്ത് 4ൽ നിന്ന് എന്തായി 8 ആയി. ലെങ്ത് 20ൽ നിന്ന് കുറഞ്ഞ് 12 ആയി. നോക്കിക്കേ 12 8 96. അപ്പോൾ നമ്മൾ ചെയ്തത് ശരിയായി. ഓക്കെ, ഇത്രേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻഡയറക്ട്ലി നമുക്ക് രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ എന്ത് തന്നിട്ടുണ്ട് ഇൻഡയറക്ട്ലി ഈ ഒരു ട്രയാങ്കിളിന്റെ എല്ലാ കൺസെപ്റ്റിൽ നിന്നും ഇൻഡയറക്ട്ലി നമ്മൾ ഇവന്റെ ഏരിയയും ഇവന്റെ പെരിമീറ്ററും കണ്ടെത്തണം. അടുത്ത ക്വസ്റ്റ്യൻ ദ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 6 ഈസ് 432. അപ്പോൾ നമ്മൾ ഇത്ര നേരം ചെയ്തത് റെക്ടാങ്കിളിനെ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. വേറെയും ഇഷ്ടംപോലെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ടെക്സ്റ്റിൽ ഓൾറെഡി ഉണ്ട്. നമ്മൾ അതെല്ലാം ചെയ്യിപ്പിച്ചതാണ്. അത് കൂടാതെ നമുക്ക് കുറച്ച് ഒരു എക്സാമിൽ ചോദിച്ചിട്ടുള്ള എക്സ്ട്രാ ഈ റെക്ടാങ്കിളിന്റെ സ്ക്വയറിന്റെ അല്ലാത്ത ചോദ്യങ്ങളൊന്നും നോക്കാം. ദ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 6 ഈസ് 432. നമുക്കറിയാം 6ന്റെ മൾട്ടിപ്പിൾസ് ആവുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്ക്രൈബ് ചെയ്തായിരുന്നു x ഉം x + 6 ആണ് നമ്പേഴ്സ്. 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 6 അതായത് 6 എടുത്താൽ 12 അല്ലേ. 6ന്റെ കൂടെ 6 കൂടുമ്പോഴാണ് 12. സോ x ഉം x + 6 ഉം which are the numbers. അതാണ് നമ്പേഴ്സ് ഏതാ x ഉം x + 6 ഉം ആണ്. അതിന്റെ ഒറിജിനൽ നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ x × x + 6 is equal to എത്രയാണ് 432. എത്രയാണ് ഈക്വൽ ടു 432. x × x എത്രയാ x². x × 6 എത്രയാ 6x ഈക്വൽ ടു 432. 6ന്റെ പകുതി 3. 3ന്റെ സ്ക്വയർ എടുക്കണം ഈക്വൽ ടു 432 യുടെ കൂടെ എത്ര കൂട്ടണം 3². അപ്പോൾ x² ഇത് x + 3 ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണെന്ന് ഉറപ്പിക്കാം. അപ്പുറത്ത് 432 ഉം 9 ഉം ചെയ്യുമ്പോൾ 441. അത് ഏതിന്റെ എക്സ്പാൻഷൻ ആണ് 21. സോറി ഏതിന്റെ സ്ക്വയർ ആണ് ഇത് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ അത് ഏതിന്റെ സ്ക്വയർ ആണ് 21. 1 × 1 1 1 × 2 2 2 × 1 2 2 × 2 4 441 ആണ്. സോ x + 3 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 441. സ്ക്വയർ മാറുമ്പോൾ അപ്പുറത്ത് √41. 441 ഏതിന്റെ ആണ്. സോ x + 3 ഈസ് ഈക്വൽ ടു സ്ക്വയർ എടുക്കുമ്പോൾ √441 എന്ന് അത് ഏതാണ് 21. സോ x ഈസ് ഈക്വൽ ടു 3 അപ്പുറത്തോട്ട് പോകുമ്പോൾ
21 മൈനസ് 3 18. സോ ഒന്നാമത്തെ നമ്പർ 18ഉം രണ്ടാമത്തെ നമ്പർ 24 ആണ്. 18 into 24 ആണെന്ന് 32. 8 16 24 32. 4 3 7 2 8 2 8 16 2 1 2 1 3 2 7 7 14 6 6 12 1 13 432 കിട്ടുന്നുണ്ട്. സോ അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഇനി അതിന്റെ കൂടെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 8 ഈസ് 768. അതിന്റെ നമ്പേഴ്സ് ഏതാ? അതിനെ ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തരാം. x into x plus 8 is equal to എത്രയെന്ന് വന്നിട്ടുണ്ട്? 768. കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 8 എങ്ങനെയാണ് വരുന്നത്? x x plus 8 is equal to 768. x into x എത്രയാ? x square. x into 8 എത്രയാ? 8x is equal to 768 എന്ന് നമുക്ക് കിട്ടും. എന്നിട്ട് 8ന്റെ പകുതി എടുത്ത് x plus 8x plus 4 square is equal to 768 plus 4 square ഇവിടെ ആഡ് ചെയ്ത് ചെയ്താൽ മതി. എന്നിട്ട് ഇത് സ്ക്വയർ കമ്പീഷൻ മെത്തേഡ് വെച്ചിട്ട് ബാക്കി പ്രോപ്പർ നമ്മൾ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ചെയ്ത് പോയ ആൻസർ കിട്ടും. ഇനി അടുത്ത് സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് ഈക്വൽ ടു 12 ആഡഡ് ടു ദ നമ്പർ. ഫൈൻഡ് ദ നമ്പർ. സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് ഈക്വൽ ടു ഒരു നമ്പർ നമുക്കറിയില്ല x. സ്ക്വയർ ഓഫ് ദാറ്റ് നമ്പർ എത്രയാ? x സ്ക്വയർ. സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് ഈക്വൽ ടു 12 added to the number. 12 added to the number എന്ന് പറഞ്ഞാൽ 12 plus x. സ്ക്വയർ ഓഫ് എ നമ്പർ അതായത് x സ്ക്വയർ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? 12 plus x. 12 added to the number. Find the number എന്നാണ് ചോദ്യം. ഇത് വളരെ സിമ്പിൾ ആണ്. x സ്ക്വയർ ഈ x നെ ഇങ്ങോട്ട് കൊണ്ടുവരാം, മൈനസ് x ഈക്വൽ ടു 12. സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് ഈക്വൽ ടു 12 added to the number. നമ്പറിന്റെ കൊടുത്ത് 12 ആഡ് ചെയ്യുന്ന അതിന്റെ സ്ക്വയറിനോട് ഈക്വൽ ആണ്. സോ ഇവിടെ x ന്റെ സൈഡിലുള്ള ആൾ 1 ആണ്. 1ന്റെ പകുതി എടുക്കുമ്പോൾ 1/2 ഒക്കെ എടുക്കണം. സോ അങ്ങനെ നമുക്ക് നോക്കാം. x സ്ക്വയർ മൈനസ് 1x പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 12ന്റെ കൂടെ 1/2 യുടെ സ്ക്വയർ ആഡ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, x is a natural number. What number should be added to x square plus 2x to get a perfect square? x square plus 2x ന്റെ കൂടെ അതിന്റെ പകുതി ആയിട്ടുള്ള 1 സ്ക്വയർ ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. എത്രയാണത്? x plus 1 the whole square ആണ് ആൻസർ. അടുത്തത് if x square plus 2x is equal to 15. x square plus 2x is equal to 15 ആണെങ്കിൽ 2 ന്റെ പകുതി എത്രയാണ്? 1. 1ന്റെ സ്ക്വയർ ആഡ് ചെയ്തു, ഇവിടെയും 1ന്റെ സ്ക്വയർ ആഡ് ചെയ്യണം. സോ ഇത് x plus 1 the whole squareന്റെ എക്സ്പാൻഷൻ അല്ലേ ഇത്? ഇവിടെ എന്ത് വരും? 16. സോ x plus 1 എത്ര വരും? റൂട്ട് 16. അതായത് x plus 1 is equal to 4. റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4. x is equal to 4 minus 1 എത്രയാ? 3. x ന്റെ വാല്യൂ 3. സോ അതാണ് ആൻസർ. x ന്റെ വാല്യൂ 3. അടുത്ത ക്വസ്റ്റ്യൻ, a two-digit number is such that the product of the digit is 12. When 36 is added to the number, the digits interchanges their places. Find the number. ഒരു two-digit number is such that the product of the digit. two-digit number ഏതാണെന്ന് നമുക്കറിയില്ല. അത് ഏതായിട്ട് എടുക്കാം? xy equal to 12. xy is equal to 12. When 36 is added to the number, നമ്പറിന്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ? 36 ആഡ് ചെയ്താൽ the digits interchange their places. ഡിജിറ്റ് എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആ നമ്പേഴ്സിന്റെ ഡിജിറ്റ് ഇന്റർചേഞ്ച് ചെയ്യും. 36 കൂട്ടിയാൽ ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ നമ്പർ എന്നാണ്. സോ ഇത് ചെയ്യാനായിട്ട് നമുക്ക് എക്സിന്റെ ടേംസിലോട്ട് വൈനെയോ വൈന്റെ ടേംസിലോട്ട് എക്സിനെയോ കൊണ്ടുവന്നാൽ മാത്രമേ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ xy എന്ന് പറയുന്നത് നമുക്ക് 12. xy എന്ന് പറയുന്നത് എന്താണ്? 12. അതായത് ആ നമ്പർ two digit number എന്ന് പറയുന്നത് a two digit number is such that the product of their digit, അതായത് x into y, നമ്മുടെ two digit number xy ആണെങ്കിൽ അതിന്റെ ഡിജിറ്റിന്റെ പ്രൊഡക്റ്റ് x into y എത്രയാണ്? 12. എന്നിട്ട് അവർ പറയുക ആ നമ്പർ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ നമ്പറിന്റെ കൂടെ ഇതിപ്പം നമ്മൾ ആ നമ്പറിന്റെ റെപ്രസെന്റേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. അത് ഇനി ഇച്ചിരി കൂടെ ചെയ്യാനുണ്ട്. ആ നമ്പറിന്റെ കൂടെ 36 കൂട്ടിയപ്പോൾ അതേ നമ്പർ നമുക്ക് എന്താ ഡിജിറ്റ്സ് തിരിച്ച് ഇട്ടിട്ടുള്ള ഒരു നമ്പർ കിട്ടും. ഡിജിറ്റ് തിരിച്ച് ഇട്ടിട്ടുള്ള ഒരു നമ്പർ കിട്ടും. നമുക്കറിയാം 62 ആണെങ്കിൽ അത് കിട്ടണമെങ്കിൽ 6 into 10 plus 2 into 1 ചെയ്യണം. അതുപോലെ x into y ആണെങ്കിൽ എന്താണ് ആൻസർ? 10x plus y.
10th പൊസിഷനിലാണ് x കിടക്കുന്നത്, 1st പൊസിഷനിലാണ് y കിടക്കുന്നത്. സോ 10x plus y ആണ് എന്ത് അത് ഏത് xy എന്ന് പറയുന്ന നമ്പർ 10x plus y. ഇതുപോലെ 62 ആണെങ്കിൽ 6 × 10 plus 2 × 1 ചെയ്യുന്നത് പോലെ അതിന്റെ കൂടെ ആ നമ്പറിന്റെ കൂടെ 36 കിട്ടിയപ്പോൾ കൂട്ടിയപ്പോൾ നമുക്ക് അതിന്റെ ഡിജിറ്റ് ഇന്റർചേഞ്ച് ഉള്ളത് കിട്ടി, ചേഞ്ച് ചെയ്തിട്ടുള്ള നമ്പർ കിട്ടി. അതായത് y × 10 plus x × 1. സോ 10x plus y plus 36 equal to 10y plus x. ഇനി അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും എല്ലാം നമ്മൾ കൊണ്ടുപോകണം. നമുക്ക് എന്താണുള്ളത്, ഇവിടെ 10x ഉണ്ട്, ഈ x നെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -x ആവും. ഇവിടെ y ഉണ്ട്, ഈ 10y നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -10y ആവും. ഇവിടെ 36 ഉണ്ട്, അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ -36 ആവും. സോ 10x ൽ നിന്ന് x കുറച്ചാൽ 9x, y ൽ നിന്ന് 10y കുറച്ചാൽ -9y equal to -36. എല്ലാം 9 കൊണ്ട് വെട്ടിക്കളയാം. അപ്പോൾ x - y എത്രയെന്ന് കിട്ടും? -4. x - y എത്രയെന്ന് കിട്ടും? -4. അവിടെ നിന്ന് നമുക്ക് y എത്രയാണെന്ന് കിട്ടും. y എന്ന് പറയുന്നത് അപ്പുറത്തോട്ട് കൊണ്ടുപോവുക, x ന്റെ അടുത്തേക്ക് 4 കൊണ്ടുവരിക. y x + 4. ചുരുക്കം പറഞ്ഞാൽ അവർ രണ്ടാമത്തെ ക്ലൂ, അതായത് ഒറിജിനൽ നമ്പറിന്റെ കൂടെ 36 കൂട്ടിയപ്പോൾ ആ നമ്പർ തിരിച്ചിട്ടുള്ള നമ്പർ കിട്ടി എന്നുള്ളതിൽ നിന്ന് എക്സും വൈയുടെയും നമുക്ക് എന്ത് കിട്ടി? ബന്ധം കിട്ടി. x + y x + 4 ആണ് y എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഇക്വേഷനിൽ ഇട്ടു കൊടുക്കുന്നു. അത് ആദ്യം പറയുന്നത് അവര് രണ്ട് നമ്പറിന്റെയും പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് 12 കിട്ടുന്നു എന്നാണ് പറയുന്നത്. അതായത് നമ്പറിന്റെ xy ആണ് നമ്മൾ എടുത്ത നമ്പർ, അറിയില്ല, 2 ഡിജിറ്റ് നമ്പർ xy ആണ്, നമുക്ക് അറിയില്ല ഏതാണ്. അതിന്റെ ഡിജിറ്റ് ഏതൊക്കെ? എക്സും വൈയും. നമ്പർ ഏതാണ്? 10x plus y. 10x plus y ആണ് നമ്പർ. അതിന്റെ ഡിജിറ്റ് ഏതൊക്കെയാണ്? എക്സും വൈയും. ഡിജിറ്റുകൾ പ്രൊഡക്റ്റ് എടുത്തപ്പോൾ എത്ര കിട്ടിയെന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? 12. y എന്ന് പറയുന്നത് എന്താണ്? x plus 4. yക്ക് പകരം എന്തുകൊണ്ട് കൊടുക്കാം? x plus 4 ഇട്ട് കൊടുക്കാം, ഈക്വൽ ടു 12. x into x, x square. x into 4, 4x. അതിന്റെ പകുതി 2. 2 സ്ക്വയർ is equal to 12ന്റെ കൂടെ 2 സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടും? ഇത് എന്താവും? x plus 2 the whole square is equal to 16 എന്ന് വരും. അതായത് x plus 2 is equal to root of 16. ചുരുക്കം പറഞ്ഞാൽ x plus 2 is equal to root of 16. റൂട്ട് 16 നമുക്കറിയാം 4. x is equal to എത്ര വരും? 4 ന് 2 കുറച്ചാൽ 2. അപ്പോൾ x 2, y എത്രയായിരിക്കും? 2 plus 4 അത് എത്ര? 6. y എത്രയായിരിക്കും? 6. നമ്പർ നമ്മുടെ xy അല്ലായിരുന്നോ? 26. അപ്പോൾ 26 ആണ് നമ്മുടെ നമ്പർ. അതിന്റെ കൂടെ 36 കൂട്ടിയാൽ എത്രയാണ്? 62 ആണ് കിട്ടേണ്ടത്. അതായത് തിരിച്ചിട്ട് അതിന് എഴുതുന്ന പോലെ കിട്ടണം. നോക്കാം, 26 6 32 30 62 കറക്റ്റ് ആണ്. അപ്പോൾ ഇതൊരു നല്ലൊരു പ്രോബ്ലം ആണ്. കുറച്ച് ഡിഫിക്കൽട്ടും ഉണ്ട്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. രണ്ട് നമ്പേഴ്സിന്റെ ഡിജിറ്റ്, അതിന്റെ പ്രൊഡക്റ്റ്, ഒരു നമ്പർ, ആ നമ്പർ 2 ഡിജിറ്റ് നമ്പറാണ്. ആ 2 ഡിജിറ്റ് നമ്പറിലെ ഓരോ നമ്പർ, അതായത് ഓരോ ഡിജിറ്റിന്റെയും പ്രൊഡക്റ്റ് 12 ആണ്. അതുപോലെ തന്നെ ആ നമ്പറിന്റെ കൂടെ 36 കൂട്ടിയപ്പോൾ നമുക്ക് ആ നമ്പർ തിരിച്ചിട്ട് എഴുതുന്ന ഒരു നമ്പർ കിട്ടി. നമ്പർ എന്ന് ചോദിച്ചാൽ ഉടനെ അതിനെ ടെൻസും വൺസിന്റെയും പൊസിഷൻ കൊണ്ട് എഴുതണം. 10x plus y plus 36 is equal to y into 10 plus x. അതിനെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടും ഒക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ ഫോം ചെയ്യുന്നു. ഏതിന്റെ? വൈയുടെ. ഏതിന്റെ ടേംസിൽ? എക്സിന്റെ ടേംസിൽ. എന്നിട്ട് കൊണ്ടുപോയി x into y കൊണ്ടുപോയി എക്സിന്റെ ടേംസിൽ നമ്മൾ ഇട്ട് കൊടുത്തു. എക്സിന്റെ ടേംസിൽ ഇട്ട് കൊടുത്തപ്പോൾ എത്രയാ? x plus 4. വൈക്ക് പകരം ഏത് കൊടുക്കാം? x plus 4 കൊടുക്കാം. അത് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എക്സിന്റെയും വൈയുടെയും ആൻസർ കിട്ടുകയും ചെയ്തു. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് algebraic form of the sum of the first n terms of an arithmetic sequence is 2n square plus 8n എന്നാണ്. 2n square plus 8n. 2n square plus 8n ആണ് algebraic expression of sum. How many consecutive terms of the sequence starting from the first are to be added to get 330? ഇത് നമ്മുടെ തേർഡ് ചാപ്റ്ററും ഫിഫ്ത് ചാപ്റ്ററും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള, അതായത് algebraic expression ആ ചാപ്റ്ററും ഈ ഒരു ചാപ്റ്ററും തമ്മിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നോക്കിയേ, algebraic expression കണ്ടെത്തി. 2n square plus 8n is equal to എത്രയാണ്? 330. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൊണ്ട് വെട്ടിക്കളഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? n square plus 4n is equal to 330ന്റെ പകുതി എത്രയാ? 165 അല്ലേ? അതെ, 165. ഇനി എന്തെടുക്കണം? അതായത് 2n square plus 8n എന്ന് പറഞ്ഞാൽ algebraic expression of sum ആണ്. ആ സമ്മ് എത്രയാണ് തന്നിട്ടുണ്ട്? 330. നമുക്ക് എത്ര അക്കങ്ങൾ കൂട്ടുമ്പോഴാണ് എന്ത് സമ്മ് കിട്ടുന്നതെന്നാണ്
n square plus 4n plus 4ന്റെ പകുതി 2 square is equal to 165 plus 2 square എത്രയാ 2 square 4 165ന്റെ കൂടെ 4 കൂട്ടിയാൽ 169 so n plus 2 the whole square is equal to 169 ഇത് a plus b the whole square n plus 2 is equal to എത്രയാ √169 അത് 13 into 13 so 169 n ന്റെ സ്ക്വയർ റൂട്ട് ആണ് 13 ന്റെ so n plus 2 is equal to 13 n is equal to 13 ന് 2 കുറച്ചാൽ എത്രയാ 11 അതിനർത്ഥം 11 അക്കങ്ങൾ നമ്മൾ ഇതിനകത്തോട്ട് വേണമെങ്കിൽ 2 into 11 സ്ക്വയർ പ്ലസ് 8 into 11 ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത് 330 അത് കിട്ടാൻ നമ്മൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്തു സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിലൂടെ അതിനെ സ്ക്വയർ ആക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ 11 കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ the area of right angled triangle is 600 square unit. റൈറ്റ് ആംഗിളിന്റെ ഏരിയ നമുക്കറിയാം ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. നമ്മൾ നേരത്തെ ഇതിന്റെ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്തു. ഇത് ഹാഫ് ബേസ് ഇസ് ഈക്വൽ ടു ഏരിയ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏരിയ ഓഫ് എ റൈറ്റ് ആംഗിൾ ഈസ് 600. The one of the perpendicular side എന്ന് പറഞ്ഞാൽ L ഷേപ്പിലിരിക്കുന്ന ആ രണ്ട് ലെങ്തുമാണ് ഇതും ഇതും. The length of the perpendicular side is 10 more than the other. അപ്പോൾ ഒരെണ്ണം x എടുത്താൽ ഇത് എത്ര എടുക്കണം x plus 10. Find the sides of the triangle എന്നാണ് ചോദ്യം. സൈഡുകൾ കണ്ടുപിടിക്കുക ഇതെല്ലാം. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് എത്രയാ x plus 10 ഇൻറ്റു ഹൈറ്റ് എത്രയാ x equal to 600. ഈ രണ്ട് അങ്ങോട്ട് പോകുമ്പോൾ എത്ര വരും 1200 കാരണം ഡിവൈഡ് ബൈ 2 അങ്ങോട്ട് പോകുമ്പോൾ ആദ്യമേ 1200 ആക്കുക. x into x എത്രയാ x സ്ക്വയർ 10 into x എത്രയാ 10x സോ x സ്ക്വയർ പ്ലസ് 10x 10x ന്റെ പകുതി എത്രയാ 10 ന്റെ പകുതി 5 രണ്ട് സൈഡിലും 5 സ്ക്വയർ എടുക്കുക. ഓക്കേ അടുത്തത് ഇത് x plus 5 ഹോൾ സ്ക്വയർ ആക്കുക. ഇത് 1225 എന്നാവും. 1225 പെർഫെക്റ്റ് റൂട്ട് ആണ്. അത് നമുക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ മതി. 12 ൽ 5 എത്ര പ്രാവശ്യം 2 പ്രാവശ്യം ശിഷ്ടം 2 22 ൽ 4 4 5 20 ശിഷ്ടം 2 25 ൽ 5 അതുപോലെ തന്നെ വീണ്ടും 5 24 ൽ 4 4 5 20 45 ൽ 9 7 7 1 ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഓരോ രണ്ടെണ്ണം വീതം സെലക്ട് ചെയ്യണം. നോക്കി ഇതിനെ ഡിവൈഡ് ചെയ്ത് വന്നു 5 5 7 7 കിട്ടി. ഓരോ 5 ഓരോ 7 വീതം എടുക്കണം. അപ്പോൾ 5 5 7 35 ആണ് ഇവന്റെ സ്ക്വയർ റൂട്ട്. സോ x plus 5 is equal to root of 1225. x plus 5 is equal to സ്ക്വയർ മാറിയപ്പോൾ റൂട്ട് വന്നു. ഇത് 35. x is equal to 5 അപ്പുറത്തോട്ട് വരുമ്പോൾ 35 ൽ 5 കുറച്ചാൽ എത്രയാ 30. സോ x is equal to 30 ഇത് 40. x 30 ഇത് 40.